ഹലോ ഗൈസ്, വെൽക്കം ടു അമനോവ ചാനൽ. ഞാനൊരു 30 ഡേയ്സിന്റെ വെയിറ്റ് ലോസ് ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ 30 ഡേയ്സിന്റെ ഉള്ളിൽ ഒരു 7 kg വെയിറ്റ് ഞാൻ ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പ്രോപ്പറായിട്ട് ജിമ്മിന് പോയിട്ടില്ല, അതേപോലെ ഡെയിലി വർക്കൗട്ടും കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാനൊരു ഡയറ്റ് പ്ലാൻ എടുത്തത്. അപ്പോൾ ആ ഒരു ഡയറ്റ് പ്ലാന് ഞാനൊരു 80% മാത്രമാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോ, എൻ്റെ ബോഡീൻ്റെ കുറച്ച് ഫോട്ടോസ്, അതേപോലെ ഇത് 30 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ബോഡീൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഡെയിലി ആയിട്ട് ഞാൻ വെയിറ്റ് പ്രോഗ്രസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നോക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ ഞാനിവിടെ വീഡിയോയും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ. ഞാൻ 30 ഡേയ്സിന്റെ വെയിറ്റ് ലോസ് ചാലഞ്ച് എടുത്തതും പിന്നെ അതേപോലെ ജിമ്മിനും വർക്കൗട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ വലിയൊരു കാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഡയറ്റ് പ്ലാനിൽ മാത്രമാണ്. ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എൻ്റെ വെയിറ്റ് 95 kg ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഹൈറ്റ് 171 cm ആണ്. എൻ്റെ ഇപ്പോൾ ഏജ് ഉള്ളത് 25 ആണ് എൻ്റെ ഏജ്. അപ്പോൾ ഞാൻ ഈ ഡയറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇത് സെയിം വെയിറ്റും ഏജും അതേപോലെ ഹൈറ്റും കാര്യമൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ ഡയറ്റ് പ്ലാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 30 ഡേയ്സ് ആകുമ്പോഴേക്ക് തന്നെ എൻ്റെ ഒരു വെയിറ്റ് 88 kg ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു 7 kg വെയിറ്റ് ഞാൻ ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ജിമ്മിന് പോയിട്ടില്ല. ഞാൻ ഈ ഒരു 30 ദിവസത്തിൽ ഒരു ദിവസം കൂടി ഞാൻ ജിമ്മിന് പോയിട്ടില്ല. അതേപോലെ വർക്കൗട്ട് ഞാൻ ആഴ്ചക്ക് ഒരു ദിവസം മാത്രമാണ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ ഞാൻ ഈ ഡയറ്റിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. ഞാൻ എന്തൊക്കെ മോർണിംഗ് എന്തൊക്കെ കഴിച്ചത്, ലഞ്ചിന്, ഡിന്നർ അപ്പോൾ എന്തൊക്കെ കഴിച്ചതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയാം. ഞാനും അതൊരു 80% മാത്രമാണ് ഞാൻ ആ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുള്ളൂ. പുറത്തെന്തെങ്കിലും ഫംഗ്ഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് തന്നെ ഫുഡ് കഴിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റിന് 3 എഗ് വൈറ്റും ഒരു ഹോൾ എഗ്ഗും അതേപോലെ അതിൻ്റെ കൂടെ 2 സ്ലൈസ് ബ്രൗൺ ബ്രെഡ്, ഒരു ചെറിയൊരു ആപ്പിള്, പിന്നെ ഒരു കപ്പ് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ. പിന്നെ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് മെയിനായിട്ട് ഞാൻ 2 ടാബ്ലറ്റാണ് യൂസ് ചെയ്തത്. അതൊന്ന് മൾട്ടി വിറ്റാമിൻ്റെ ടാബ്ലറ്റും അതേപോലെ ഒന്ന് ഫിഷ് ഓയിലിൻ്റെ ടാബ്ലറ്റുമാണ്. അത് ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു റോബസ്റ്റ് പഴവും 8 ആൽമണ്ടും 2 ഡേറ്റ്സും ആണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ലഞ്ചിന് ഞാൻ ഡെയിലി ചിക്കനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു 150 ഗ്രാം ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ 2 ചപ്പാത്തി അതാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ വെജ് സലാഡ് ഞാൻ കഴിച്ചിരുന്നു. ബ്രൊക്കോളി, സ്പിനാച്ച്, ക്യാരറ്റ്, ടൊമാറ്റോ, ഒണിയൻ അങ്ങനെ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഒരു മിക്സ് ആയിട്ടാണ് ഞാൻ കഴിച്ചത്. അത് കഴിഞ്ഞ് ഒരു 3 മണിയോ 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ കുറച്ച് യോഗേർട്ട് കഴിച്ചിട്ടുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ ഒരു 15 റൈസിൻസും 3 കാഷ്യൂസും പിന്നെ കുറച്ച് പീനട്ടും ആണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് കോഫിയും കഴിക്കാം. പിന്നെ ഡിന്നറിന് ഞാൻ 150 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഫിഷ്, പിന്നെ വെജിറ്റബിൾ സലാഡ്, പിന്നെ ഒരു 100 ഗ്രാം സ്വീറ്റ് പൊട്ടാറ്റോ അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഈ ഡയറ്റിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു 3 ടു 4 ലിറ്റർ വെള്ളം വരെ നമ്മൾ കുടിക്കണം. പിന്നെ സ്ലീപ്പിംഗ് ടൈം എന്ന് വെച്ചാൽ 7 ടു 8 അവേഴ്സ് ആണ്. പിന്നെ നമ്മൾ ഈ ലഞ്ചിനും ഡിന്നറും നമ്മൾ എന്തായാലും വെജിറ്റബിൾസ് നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഓയിലി ഫുഡ്സ് പറ്റൂല, അതേപോലെ തന്നെ ഷുഗറി ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കാൻ പറ്റില്ല ഈ ഡയറ്റിന്റെ സമയത്ത്. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന ഒരു 30 ഡേയ്സിന്റെ ചാലഞ്ചിന്റെ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ്. ഞാൻ പ്രോപ്പറായിട്ട് ഇതൊരു 90 ഡേയ്സോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ 90 ഡേയ്സിന്റെ ഉള്ളിൽ ഞാൻ ഒരു 12 kg എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായി. അതേപോലെ ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ജിമ്മിനും കാര്യമൊന്നും പോയിട്ടില്ല. ഈ 3 മാസത്തിൽ 1 മാസം മാത്രമാണ് ഞാൻ ജിമ്മിന് പോയത്. അതേപോലെ വർക്കൗട്ടും കാര്യമൊന്നും ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആഴ്ചക്ക് 1 2 പ്രാവശ്യം മാത്രമാണ് ഞാൻ ഈ വർക്കൗട്ടും കാര്യമൊക്കെ ചെയ്തത്. പിന്നെ
യൂഷ്വലി ഡയറ്റിന്റെ പ്ലാൻ ആണെങ്കിൽ ഞാനൊരു 80% മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. കുറെ വീട്ടിലെ കുറെ ഫംഗ്ഷനും പിന്നെ ഫാമിലിയിലെ ഫംഗ്ഷനും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ വേറെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ 30 ഡേയ്സിന്റെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ ആർക്കും എന്തെങ്കിലും ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാം. അതേപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒരു പേജ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്കിലും ഒരു പേജ് ഉണ്ട്. ആർക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.